ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ദേ അടിപൊളി മഴയാണ് ഇവിടെ. നമുക്കൊരു അടിപൊളി ചാള ചേമ്പിട്ട് കറി വെച്ചാലോ? ആദ്യമായി തന്നെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതിലേക്ക് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പച്ച ഉലുവയാണ്, കടുകിടുന്നില്ല. ഇനി ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഞാൻ കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഇങ്ങനെ തല്ലിയെടുത്തതാണ്, ഇടികല്ലിൽ വെച്ച്. അത് ചേർത്ത് കൊടുക്കാം, അത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് തല്ലിയെടുത്തതാണ് കേട്ടോ, അരച്ച് പേസ്റ്റ് രൂപത്തിലൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് തല്ലിയെടുത്തതാണ് ആവശ്യത്തിന്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാവേ. ഒരു ലൈറ്റ് ഗോൾഡ് ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ലൈറ്റ് കളർ ആയി വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ചിരകിയ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്താണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ആ അരച്ച അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കാവേ. നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കുകയാണ്. പുളിക്ക് ആവശ്യമായ കുടംപുളി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ചാളമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്, നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയാണ്ട് ഇളക്കി കൊടുക്കാവേ. ഇനി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവേ. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ താരം ചേമ്പില്ലേ, നീളത്തിനരിഞ്ഞത് കഷ്ണങ്ങളാക്കി, അതും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും തൊണ്ടൻ മുളകുമാണ്. അതും ഇട്ട് ഇത്തിരി പച്ചക്കറിവേപ്പിലയും ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതൊന്നും ഒരുപാട് തിളച്ചിതാവണ്ട, കാരണം ചാളയുടെ വേവ് നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് തിളച്ച് കിട്ടിയാൽ മതി. ഇതേ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കിടുക്കാച്ചി ചാള മീൻ കറി, ചേമ്പിട്ട ചാള മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് അടി പിടിക്കാണ്ടൊന്ന് ഇളക്കി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കിടുക്കാച്ചി ചാള ചേമ്പിട്ട കറിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റ് തന്നെ, ഒരു രക്ഷയില്ല. ചൂട് കുത്തരി ചോറും ഈ കറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ഇനിയും പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.